ആതിര, എന്തോ എത്ര ദിവസമായി നമ്മുടെ പ്രേക്ഷകരെയും ഒന്ന് കണ്ടിട്ടല്ലേ? സത്യം എന്നെ എല്ലാ ദിവസവും കാണുന്നുണ്ട്. പക്ഷെ പ്രേക്ഷകർ ചോദിക്കുന്നു ആതിരയെ കാണുന്നില്ല, ആതിരയും സുനിൽ വടയാറും കൂടെ ഇരുന്നിട്ട് കുറേ ദിവസമായിരുന്നു. ആതിരയ്ക്ക് ഇരിക്കാൻ സമയമില്ല അല്ലേ? ഇന്ന് രാവിലെ തലകറങ്ങി വീണോ? തല കറങ്ങിയില്ല, വീഴാൻ പോകുന്നതിന് മുമ്പേ നമ്മള് ഹോസ്പിറ്റലിൽ പോയി. അത് കുറെ 2-3 ദിവസമായിട്ട് അത്യാവശ്യം ഇന്നിപ്പോ 16th ഡേ അല്ലേ, നമ്മള് ഒരു ദിവസം പോലും സത്യം പറഞ്ഞാൽ നമ്മള് ഇന്ന് 16ാമത്തെ ദിവസമാണ്. അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് ലിറ്ററലി റെസ്റ്റ് ഉണ്ടായിട്ടില്ല, ഉറക്കമില്ല, ഫുഡിങ്ങും ഒക്കെ നമുക്ക് ആ ഒരു ഓട്ടത്തിലാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഒന്നാമത്തെ സമയം കുറവ്, എനിക്ക് തോന്നുന്നു ഏറ്റവും സമയം കുറവ് കിട്ടിയ ഒരു കാൻഡിഡേറ്റ് ഞാനാണ്. അപ്പോൾ ഭയങ്കര സമയം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിപ്പിടിക്കണം, ഈ ജനങ്ങളെ മാക്സിമം കാണുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു മെയിൻ പർപ്പസ്. സ്ഥാനാർത്ഥിയായത് ഏപ്രിൽ 19 അല്ല, ഏപ്രിൽ അല്ല, മാർച്ച് 19 20 20 അല്ലേ? 20-ാം തീയതി. 19 20-ാം തീയതി. എനിക്ക് 19-ാം തീയതി നമ്മുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഊണെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം കൂടെ സോഫയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ഉൽക്ക വന്നു വീണത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സംസാരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആതിര NDA സ്ഥാനാർത്ഥിയായി. സത്യം അങ്ങനെ ചിന്തിച്ചിരുന്നോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഇല്ല. ഈ ഇലക്ഷൻ വരുന്നു, അപ്പോഴും നമ്മുടെ ഓഫീസിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് തിരക്കാണ്. കാരണം ഇലക്ഷൻ്റെ ക്യാമ്പയിൻസ് നമ്മളുടെ ഓഫീസിൽ തിരക്കാവുന്നു, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കും. അന്നും കൂടെ അന്നല്ല, അതിൻ്റെ തലേ ദിവസം കൂടെ ഞാൻ അഖിലേട്ടനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, നമ്മുടെ അഖിൽമാരാർ. കാരണം ആൾ കാൻഡിഡേറ്റ് ആയിരുന്നല്ലോ. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നോർമലി ഒരു 2-3 വീഡിയോസ് ചെയ്യുന്നു, ഉച്ച കഴിഞ്ഞപ്പോൾ അതേ സ്ഥാനത്ത് നമ്മൾ. അതൊരു വല്ലാത്തൊരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ഒരു നേരത്തെ ഞാൻ പാട്ട് പാടും, നൃത്തം ചെയ്യും, പിന്നെ സംരംഭക 2-3 സംരംഭങ്ങളുണ്ട്, ഇതൊക്കെ ആയിട്ട്. പിന്നെ ആങ്കറിങ് ചെയ്യും. അപ്പോൾ ആങ്കറിങ് അല്ലേ, വളരെ സീരിയസ് ഇൻ്റർവ്യൂസ് ചെയ്യും. KS രാധാകൃഷ്ണൻ സാറുമൊക്കെ ഇൻ്റർവ്യൂ ചെയ്യും. അങ്ങനെയുള്ള ആതിരയുടെ ജീവിതത്തിൽ ഈ സ്ഥാനാർത്ഥിയായപ്പോൾ പെട്ടെന്ന് എന്താ തോന്നിയത്? എനിക്കൊരു പേടിയൊന്നും സത്യം പറഞ്ഞാൽ തോന്നിയില്ല, മറിച്ചൊരു റെസ്പോൺസിബിലിറ്റി ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മൾ എന്തോ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു, അങ്ങനെ ഒരു തോന്നൽ വരില്ലേ? പണ്ട് എപ്പോഴൊക്കെയോ നമ്മൾ ചെറുതിലേക്ക് ഞാനത് എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, ചെറുതിലേ തോന്നുന്നൊരു ഫയർ ഉണ്ടല്ലോ. അതായത് നമുക്കൊന്ന് അധികാരം കിട്ടിയിരുന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ നന്നാക്കായിരുന്നു. അല്ല, ചില ആളുകളെ പിടിച്ച് പറിച്ച് ശരിയാക്കാനുണ്ട്. ശരിയാണ്. എന്നാലും ഇപ്പം ഈ 16ാമത്തെ ദിവസം നിൽക്കുമ്പോൾ എനിക്കത് 10 ഇരട്ടിയായിട്ട് കൂടിയിട്ടേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജനങ്ങളുടെ അടുത്തോട്ട് നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴാണ് ഈ ഓരോ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ അവസ്ഥ ആലോചിക്കുകയാണേ, ഈ അവസ്ഥ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനലിലെ ഒരു ആങ്കറിനെ ഞാൻ വന്ന് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നു. ഇനി MLA ആയിരിക്കുമ്പോൾ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് ആതിര D. നായരെ കാണാനായിട്ട് ഇന്ന ആൾ വന്നിരിക്കുന്നു, കുറിപ്പൊക്കെ കൊടുത്ത് കാണേണ്ടി വരും. അത് നടക്കട്ടെ, നാവ് പൊന്നാവട്ടെ. ഇനി ആ അവസ്ഥ പറ. അപ്പോൾ ഈ അവസ്ഥകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഇപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട് ജയിച്ചിരുന്നെങ്കിൽ. ഞാൻ ഈ നമ്മളുടെ കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ജയം തോൽവിയൊന്നും എൻ്റെ മനസ്സിലില്ല. ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കർത്തവ്യം കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മളത് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലേറ്റർ ഓൺ ഈ ഓരോ ദിവസം കഴിഞ്ഞ് ഈ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത സമയങ്ങളിൽ മൊത്തം എനിക്ക് തോന്നിയൊരു കാര്യം, ദൈവമേ ഒന്ന് ജയിച്ചിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ അവസ്ഥ ശരിക്കും മാറ്റി കൊടുക്കാമായിരുന്നു. അങ്ങനെ തോന്നുന്ന കാഴ്ചകളാണെങ്കിൽ ഈ ഒരു കുറച്ച് ദിവസം ഏറ്റുമാനൂർ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് ഏറ്റുമാനൂർ NDAക്ക് വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമൊന്നും അല്ല. സ്വാഭാവികമായ ആളുകൾ പറയും തോക്കാൻ സാധ്യതയുള്ള മണ്ഡലം, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്ന പോലെയാണ്. തോൽവി ഉറപ്പായ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ നമുക്ക് തോറ്റുപോകും എന്നറിയാവുന്ന, തോറ്റുപോകുന്ന പരീക്ഷ, തോറ്റുപോകുന്ന മത്സരം, ഇതും ഒരു മത്സരമാണ്. തോറ്റുപോകാനുള്ള സാധ്യതയാണ് ഒരു 95%. അങ്ങനെ ഒരു മത്സരത്തിന് വരുമ്പോഴത്തേക്ക് ഒരാശങ്കയുണ്ടോ? അതോ തോറ്റുപോയി കഴിഞ്ഞാൽ എനിക്കൊരു നാണക്കേട് വരും എന്നുള്ള ഫീലൊക്കെ ഉണ്ടോ? ഇത് ഈ പറഞ്ഞ തോറ്റു പോകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തെ കുറേ ആളുകൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതും ഈ ഞാൻ പൈസ വാങ്ങിയിട്ട് തോക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങി നിൽക്കുന്നതാണ്. അങ്ങനെ കുറേ നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ പോലും അങ്ങനെ ഒരു വാർത്ത ചെന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കണം എന്നാണ്. ഇനി അതും പോട്ടെ, എനിക്ക് കിട്ടിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഉറപ്പായിട്ട് തന്നിരിക്കും, അതെന്റെ ഗ്യാരണ്ടി. അതാ ഞാൻ അതിനുള്ള ഗ്യാരണ്ടി എനിക്ക് മനസ്സിലായി, നടക്കാത്ത ഗ്യാരണ്ടി ഇല്ല. കാരണം കിട്ടിയിട്ടില്ല, കിട്ടിയെങ്കിലല്ലേ തരാൻ പറ്റുള്ളൂ. ഇല്ല, അത് എനിക്ക് തോന്നുന്നു ആളുകളുടെ ഇടയിൽ അങ്ങനെ പരത്തി വെച്ചിരിക്കുന്നത്. കാരണം മുമ്പ് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കണ്ടറിവില്ല. നമ്മുടെ ഇവിടെ തന്നെ മുമ്പുള്ള ഇലക്ഷനിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ചുമ്മാതായിരിക്കും അല്ലേ? ആയിരിക്കും. എൻ്റെ ഒരു ഞാൻ അറിയുന്നതെല്ലാം പറഞ്ഞ കേട്ടറിവുകളായതുകൊണ്ട് പറയാൻ. പക്ഷേ ആതിര പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. ബസ്സിൻ്റെ കാര്യം ശരിയായിരുന്നു. ഏറ്റവും അവസാനം പറഞ്ഞ UPI ട്രാൻസാക്ഷൻ ശരിയായിരുന്നു.
റെയിൽവേയുടെ കാര്യം, മെട്രോ റെയിൽ ശരിയായിരുന്നു, റേഷനറിയുടെ കാര്യം ശരിയായിരുന്നു. ആതിര പറഞ്ഞൊന്നും തെറ്റിട്ടില്ല. ഇല്ല, ഇവരത് തെറ്റാണെന്ന് ആക്കുള്ളൂ. ഇപ്പൊ ഇത് പറയുമ്പോഴും അതും പറയും തെറ്റാണ്. അപ്പം ആതിര പറയാണ് നമ്മുടെ ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞവർ ആ കുട്ടി നോക്കിയാൽ കാണാമല്ലോ ഭൂമി പരന്നായിരിക്കുന്നത്, ആ കുട്ടിക്ക് ഊരയില്ല എന്ന് പറഞ്ഞ് ഈ കമ്മിക്കൂട്ടം ചാടി വരും. എക്സാക്ട്. ഇതിൽ നല്ല എക്സാമ്പിൾ ഇനി എനിക്ക് പറയാനില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറേ ആളുകൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട്, അതായത് ഞാൻ മനഃപൂർവ്വം തോക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങി നിൽക്കുന്നു എന്ന്. എന്റെ ദൈവമേ, തോക്കാൻ വേണ്ടി പൈസയോ? അപ്പം ഞാൻ ഇതുപോലെ ആയിരിക്കും ഇത് എന്നോട് പേഴ്സണലി അറിയുന്നവർ പറഞ്ഞത്. അറിയാത്തവരും അപ്പോൾ ഇതുപോലെ എത്ര പേര് ധരിച്ചു വെച്ചിട്ടുണ്ടോ. അവരോട് ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്താ പറയുക, ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാണ്, എനിക്കാരും അത്തരത്തിൽ പൈസ തന്നിട്ടില്ല. ഞാൻ അങ്ങനെ അതൊന്നും പറയണ്ടത്, ഞാൻ ആരും വിശ്വസിക്കത്തില്ലേ ഈ അന്തം മാത്രം പറയാം. അത് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ വരാം. ആതിര, ഞാൻ ചോദിക്കുന്നത്, ആതിര പാട്ട് പാടുമായിരുന്നു, ശാസ്ത്രീയ സംഗീതം നടത്തും, പിന്നെ നൃത്തം ചെയ്യും, ആങ്കറിങ് നടത്തിയിട്ടുണ്ട്. അതൊന്നും അല്ലല്ലോ രാഷ്ട്രീയ പ്രസംഗം. ഞാനിപ്പോൾ കാണുകയാണ്, എന്നോട് പലരും പറഞ്ഞു, ആതിര, നമ്മുടെ ചാനലിലുള്ളവർ ചിലർ പറഞ്ഞു, കുമാർ ചെല്ലപ്പൻ സാറ്, നമ്മുടെ പത്മജ എസ് മേനോൻ, KS സാർ, എല്ലാവരും പറഞ്ഞു ആതിര അങ്ങ് ഗ്രൂം ചെയ്തു പൊളിറ്റിക്സ്. ആതിര ഒരു രാഷ്ട്രീയക്കാരിയായി. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ മത്സരിക്കുന്ന എസ്പെഷ്യലി 2020 സ്ഥാനാർത്ഥികളിൽ രാഷ്ട്രീയം പറയുന്ന ഏക സ്ഥാനാർത്ഥി ആതിരയാണ്. അതും എന്ത് രാഷ്ട്രീയമാണ്? നമ്മുടെ രാജ്യത്ത് സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ എണ്ണി 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 പറയുകയും അതുമായി സമരസപ്പെടുന്നതാണ് സാബു ജേക്കബിൻ്റെ 2020 ലക്ഷ്യമെന്നും കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തിട്ട് പറയുന്നു ഈ ആശയത്തെ കൂട്ടിയിണക്കി കേരളത്തിൽ നടപ്പാക്കാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അപ്പോൾ മോദി, രാജീവ് ചന്ദ്രശേഖർ, സാബു ജേക്കബ് ഇവരിലൂടെയൊക്കെ ഒരു വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് പറയുകയാണ്. അപ്പം നാട് വികസിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അതിനെ ഉദ്ദേശിക്കുന്നത്? അങ്ങളിപ്പം ഞാൻ മൊത്തം കേരളത്തിലെ കാര്യം പറയുന്നില്ല. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ സംബന്ധിച്ച് ഇതുവരെയും സാധാരണ ഈ വികസനം ശരിക്കും എന്താ, ആ നാട്ടിലെ സാധാരണക്കാരനും ഒരു ഉയർച്ച ഉണ്ടാകുമ്പോഴല്ലേ നമ്മളതിനെ ശരിക്കും വികസനം എന്ന് വിളിക്കുക, അല്ലേ? അത്തരത്തിൽ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരന് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പോലും കിട്ടാത്ത കുറേ ആളുകൾ ഈ നാട്ടിലുണ്ട്. എനിക്ക് സത്യം പറഞ്ഞത് പുതിയ അറിവായിരുന്നു. അത് പറയുന്നതിൽ നമുക്കൊരു ഇതില്ല. 25ാമത്തെ വയസ്സിൽ എനിക്കിത് അറിയാൻ പറ്റി എന്നുള്ളത് ശരിക്കും എൻ്റെ നേട്ടമാണ്. അല്ല, 25ാമത്തെ വയസ്സിൽ ആതിര ഇത് പറഞ്ഞുകൊണ്ടൊരു ഗുണമുണ്ട്. അതായത് 25 വയസ്സുള്ള കുട്ടികൾ ആതിര ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ ട്രോളാക്കി ചിലരെടുത്തപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ഗൂഗിളിൽ പോയിട്ട് ആതിര ആണോ ശരി, അവർ പറഞ്ഞാണോ ശരിയെന്ന് തോന്നി. അങ്ങനെ ഒരു ജെൻസി തലമുറയ്ക്ക് ആതിര പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. ഇവിടെ മുഖ്യധാര രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി. അത് ആതിരയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. അതെ, സത്യമാണ്. അതെ, വിവരമുള്ള, അതാണ് ജെൻസിയുടെ പ്രത്യേകത. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യും? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്തോ ചെയ്യും? എങ്ങനെയാ? ഒന്നെങ്കിൽ MLA ആവും. MLA ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷൻസ് ഇല്ലേ കയ്യില്. ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. അത് ഫസ്റ്റത്തെ കാര്യം. പിന്നെ ബിസിനസ് ഞാനോട് തീരുമാനിക്കണം. അങ്ങള് തന്നെ വിടൂലെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ നമ്മുടെ ബിസിനസ് ഉണ്ട് എനിക്ക്. അത് അങ്ങനെ ഇപ്പതേ ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഈശ്വര അങ്ങനെ ആവട്ടെ, അതും നാവും പൊന്നാവട്ടെ, അങ്ങനെ ആവാനാണ് ആഗ്രഹം. രാഷ്ട്രീയത്തിലിറങ്ങി രാഷ്ട്രീയക്കാരിയായി എല്ലായിടത്തും പ്രസംഗിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ഇന്നലെ കണ്ട ആതിരയല്ല, ആതിരയെ എവിടെ കണ്ട എല്ലാവരും ഇപ്പോൾ തിരിച്ചറിയും. ഇതാ പോകുന്ന ആ കുട്ടി, നമ്മുടെ കുട്ടി, സ്ഥാനാർത്ഥി കുട്ടി, ഇനി ഇലക്ഷൻ കഴിഞ്ഞാലും പറയും. അത് അപ്പം അതിനിടയ്ക്ക് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു മോഹം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു, അല്ലേ? സത്യമായിട്ടും ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആദ്യം പാലായിൽ വരും എന്ന് പറയുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത് സത്യം പറഞ്ഞ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്നു. പോട്ടെ, അത് കഴിഞ്ഞ് കോട്ടയം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ കോട്ടയം ആണെങ്കിലും പോകാൻ പറ്റും. ഉറപ്പായിട്ടും നമ്മുടെ ജില്ലയിലെ സ്ഥാനാർത്ഥികളൊക്കെ വിളിക്കും. അവിടെ ചെല്ലുമ്പോൾ ചെറിയ കുട്ടിയാണ്, ആതിരയാണ്, 25 വയസ്സുകാരിയാണ്, കേരളത്തിലെ മൈഥിലി ഠാക്കൂർ എന്നാണ് അറിയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കാരണവർ അടുത്ത് ചേർത്ത് പിടിച്ച് തീർച്ചയായിട്ടും ഞാനതൊക്കെ ഇമാജിൻ കൈസഹേ ബേട്ടി എന്നൊക്കെ ചോദിക്കും എന്ന് കരുതി. സത്യം, ഞാനതൊക്കെ ഇമാജിൻ ചെയ്തു. പക്ഷെ വേറെ കാര്യമുണ്ട്, മിസ്സായിട്ടില്ല. സങ്കടമുണ്ടല്ലേ? മുകളിൽ ഒരാളെല്ലാം കാണുന്നുണ്ട്. ആളുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. ഉറപ്പായിട്ടും മോദി ഇതൊക്കെ അറിയുന്നുണ്ട്. ഒരു ദിവസം മോദി ബേട്ടി എന്ന് പറഞ്ഞൊരു വിളി വന്നാൽ എന്ത് സംഭവിക്കും? ഈശ്വര, മറ്റേ ഹൗ ഓൾഡ് ആർ യുനകത്ത് നമ്മുടെ ബോധം കെട്ടുവിടല്ലേ? എനിക്കൊന്നും ഞാൻ ബോധം കെട്ടൊന്നും വീഴത്തില്ല, പക്ഷെ ഒന്ന് സ്തംഭിക്കും. പെട്ടെന്ന് നമ്മളിങ്ങനെ ഇത് സ്വപ്നമാണോ റിയാലിറ്റി ആണോ എന്ന് തിരിച്ചറിയാൻ ഒരു സമയം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, മുകളിൽ ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട്. ആളുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. കാരണം നമ്മുടെ രാജ്യത്തെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ടേബിളിൽ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാം എത്തുന്നില്ല, അദ്ദേഹത്തിൻ്റെ ടേബിളിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മൻ കി ബാത്തിൽ കേൾക്കാറില്ലേ? ആരും പ്രതീക്ഷിക്കാത്ത ചില ആളുകളെ കുറിച്ചൊക്കെ പ്രധാനമന്ത്രി ആകാശവാണിയിലൂടെ പറയുന്നു. ഒരു ദിവസം ആതിരയെക്കുറിച്ച് കേരളത്തിൽ മത്സരിച്ച ആതിര D. നായർ
എന്നൊക്കെ പറയാം. ഒരു പക്ഷേ മോദിയെ കാണണമെന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് ഭയങ്കര ഉറപ്പായിട്ടും വലിയൊരു മോദി ആഗ്രഹമാണ്. ഈശ്വരാ നാവ് പൊന്നാവട്ടെ. കാണിച്ചു തരാം. അയ്യോ. അപ്പോൾ ഏതായാലും അതിരാ നമ്മൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് 2 ദിവസം മുമ്പ്, നാളെ പ്രചാരണം തീരും. നമ്മളിത് എയർ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഒരു ദിവസം കൂടിയുള്ളൂ. മറ്റന്നാൾ ഏറ്റുമാനൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം വോട്ട് ചെയ്യാൻ പോവുകയാണ്. അവർക്ക് വോട്ട് ചെയ്യണം എന്ന് ആതിരയ്ക്ക് ഇപ്പോൾ പ്രേക്ഷകരോട് ഇപ്പോൾ പറയാം. ഞാനും പറയും, ഈ ആതിരക്കുട്ടിയെ ജയിപ്പിച്ചില്ല നിങ്ങൾ ആരെ ജയിപ്പിക്കും? കാരണം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി, നമ്മൾ സീസൺഡായിട്ട് കണ്ട് പരിചയിച്ച, നിരന്തരം ആക്ഷേപങ്ങൾ കേട്ട് ഒരുപാട് അഴിമതികൾ നടത്തിയെന്ന് കഴിഞ്ഞ ആതിര പറയുന്ന കോഴിയുടെ കഥയുണ്ടല്ലോ, ഹിറ്റ്ലറുടെ കഥ. ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് യോഗത്തിലേക്ക് പോകുമ്പോൾ കക്ഷത്തിലൊരു കോഴിയെ പിടിച്ചിരുന്നു. പോകുന്ന വഴിക്ക് ഓരോ കോഴിയുടെ പപ്പുകൂടെയും തൂവൽ പറിക്കും. കോഴി പ്രാണവേദന കൊണ്ട് പെടയും. അതിൻ്റെ ദേഹത്ത് മുഴുവൻ രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. എന്നിട്ട് അപ്പോൾ എല്ലാവരും ഇതെന്താ ഈ മനുഷ്യൻ കാണിക്കുന്നതെന്ന് ചോദിച്ച് എന്ന് പറയും. എന്നിട്ട് അത് കേൾക്കത്തില്ല. എന്നിട്ട് വന്നിട്ട് അതിനെ താഴെ വെക്കും. താഴെ വെച്ചിട്ട് കുറച്ച് അരിമണി എടുത്തു കൊടുക്കുമ്പോൾ ആ കോഴി പിന്നെ ഇയാൾ രക്ഷപ്പെടാൻ വിചാരിച്ചിരുന്ന കോഴി തിരിച്ച് വരും. എന്നിട്ട് ഹിറ്റ്ലർ ചോദിച്ചപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞത് ഇങ്ങനെയാണ് അത്ര തെരഞ്ഞെടുപ്പ്, 4.5 വർഷം യുവന്മാരെ നമ്മൾ കൊല്ലാക്കൊല കൊല്ലും, ജീവച്ഛവമാക്കും, എന്നിട്ട് അടുത്ത 6 മാസം നമ്മൾ കുറച്ച് അരിമണി ഇട്ട് കൊടുക്കും. ഇതിനേക്കാൾ നന്നായിട്ട് ഒരു രാഷ്ട്രീയവും ഇലക്ഷനും വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു കഥ പറഞ്ഞാണ് പ്രിയപ്പെട്ടവരെ ആതിര ജനങ്ങളോട് സംവദിച്ചത്. അപ്പോൾ ആതിര ഇറങ്ങിയപ്പോൾ ആതിര ഈ നഗരത്തിൽ ജീവിക്കുന്ന കുട്ടിയാണ്, മെട്രോ നഗരമായ കൊച്ചിയിൽ നിരന്തരം വരുന്ന കുട്ടിയാണ്. ഈ കാണുന്ന ധവളിമയാണോ ഇപ്പോഴും 78 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ നമ്പർ 1 കേരളത്തിൽ? അങ്ങനെയാണല്ലോ, കേരളമാണ് സാർ എന്നല്ലേ പറയുന്നത്, കേരളമാണ് സാർ, നമ്പർ 1 സാർ എന്നൊക്കെ പറയുന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഉണ്ട്. നമ്പർ 1 ആണോ നമ്മൾ? എൻ്റെ അങ്ങളെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കണ്ടല്ലോ, ഈ പെയിൻ്റ് അടിച്ച് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ മാറാലയും ചുക്കിലിയും പിടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയില്ലേ, ആ ഒരു എക്സാക്ട്ലി ആ ഒരു അവസ്ഥയാണ്. അതായത് ഈ പുറമേ കാണുന്നതൊന്നുമല്ല. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത സ്ഥലങ്ങൾ പോലും നമ്മുടെ ഈ ഏറ്റുമാനൂർ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു തിരിച്ചറിവ് ഭയങ്കര ഒരു ഞെട്ടലെന്നൊക്കെ തന്നെ വേണേൽ പറയാം. കാരണം എൻ്റെ അമ്മ പലപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെയും, ജെൻസി കുട്ടികളെ പ്രത്യേകിച്ച് വഴക്ക് പറയാറുണ്ട്. ഈ നമുക്കൊക്കെ ഒരു ദിവസം വെള്ളമില്ലാണ്ട് വന്നാൽ നമ്മൾ അന്ന് എന്ത് ബുദ്ധിമുട്ടാണ്, നമ്മൾ ആ ഈർച്ച നമ്മൾ ശരിക്കും കാണിക്കും അല്ലേ. അന്നേരമൊക്കെ എൻ്റെ അമ്മയോട് പറയാറുണ്ട്, നിനക്കൊന്നും ഇതിൻ്റെ വില അറിയാത്തതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറയണം, അമ്മ ഇത് 2026 അല്ലെങ്കിൽ 2025 ഇത് ഇവിടെ ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരൊന്നും ഇല്ല, എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും തന്നെ ഇങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുന്നവരാണ്. കാരണം നമ്മളൊക്കെ പുറത്ത് ഇതേ കാണുന്നുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം പോലും കിട്ടാത്ത ജനങ്ങൾ ഈ എൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഈ ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ ഞാനിപ്പോഴാണ് അറിയുന്നത്. കാരണം ഇത് പുറം ലോകം അറിയുന്നില്ല. അതിന് കാരണം അവർ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഈ ചെന്നിടത്തൊക്കെ ചോദിച്ചു, അവർ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചോദിക്കാൻ വരുമല്ലോ, അത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞ് ഇന്ന് വരെ ആ പഞ്ചായത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാത്ത എല്ലാവരെയും നമ്മൾ ഈ വോട്ട് ചെയ്യുന്ന നിമിഷം വരെ ജനങ്ങളുടെ മുന്നിൽ താണു വണങ്ങും. ജനങ്ങളാണ് രാജാക്കന്മാർ എന്ന് പറയും. വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാണ് രാജാക്കന്മാർ, ജനങ്ങൾ അടിമകളാണ്. ഇതാണ് ജനാധിപത്യത്തിന്റെ ഒരു മോശപ്പെട്ട വശം. ഇത് ഞാൻ ശരിക്കും ഇതൊക്കെ ഒരു ഈ പ്രാസംഗികർ പറയാൻ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ്, കോട്ട്സ് ആണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ അല്ല, യാഥാർത്ഥ്യം ഇതാണ്. കാരണം അത് നമ്മളിത് നേരിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ വീടില്ല, ഇപ്പോഴൊന്നും ആലോചിച്ച് ഞാൻ ഓർക്കുന്നു എനിക്കൊരു വാട്സപ്പിൽ അയച്ചു തന്നു വീടിന്റെ പടം. അതായത് 4 കാലും ഒരു ടർപ്പാൾ ഷീറ്റും മാത്രമുള്ള അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു മെസ്സേജ് അയച്ചു. കാരണം നമ്മളിപ്പോൾ ജയിച്ചാൽ നമുക്കത് എന്തെങ്കിലും ചെയ്യാം, ജയിച്ചില്ലെങ്കിൽ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്കിളിനെ അത് അയച്ചു ചോദിച്ചത്, എന്താ നമുക്കിതിനൊരു പ്രതിവിധി, എന്താ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, എന്താ അതിലകത്തെ വസ്തുത എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിലേ. അപ്പോൾ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്ക് ഇവിടെ വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതികളുണ്ട്. എന്നിട്ടും അവർക്കത് ചെയ്യുന്നില്ല. ഈ വീട് എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ കാരണങ്ങളായിരിക്കും, വ്യക്തി താല്പര്യങ്ങളായിരിക്കാം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആതിര പറയുന്നത് കേരളം വളരെ പ്രസിദ്ധമായൊരു പുസ്തകം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് കേരളത്തിലെ ആഫ്രിക്ക എന്നാണ്. ഇപ്പോൾ 2-3 വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ കേരളം സോമാലിയ എന്ന് പറഞ്ഞു. സോമാലിയ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മോദിയുടെ തലയെടുക്കാൻ നടന്നു. പക്ഷേ ആതിര കാണുന്നു, നമ്മൾ ഓരോ ഗ്രാമത്തിലും പോയാൽ, ഗ്രാമത്തിൻ്റെ ഉൾവഴികളിലേക്ക് പോയാൽ അവിടെ മധുവിൻ്റെ പിന്മുറക്കാർ, അരി മേടിച്ച് മോഷ്ടിച്ചിട്ട് തല്ലിക്കൊന്ന മധുവില്ലേ, മധുവിൻ്റെ പിന്മുറക്കാരുണ്ട്, കൂരയില്ലാത്തവരുണ്ട്, കുടിവെള്ളമില്ലാത്തവരുണ്ട്, വൈദ്യുതി പട്ടിണി കിടക്കുന്നവരുണ്ട്. അത് മാത്രമല്ല 5 വർഷം മുമ്പ് വോട്ട് ചോദിച്ചു വന്ന സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു പോയി. 5 വർഷം കൊണ്ട് സ്ഥാനാർത്ഥി
MLA ആയി, മന്ത്രിയായി, വലിയ ധനികനായി. 5 വർഷം മുമ്പ് വോട്ട് ചെയ്ത ആൾ ഇപ്പോഴും അതേപോലെ ജീവിക്കുന്നു. അയാളുടെ മുന്നിൽ കൂടുതൽ ധനികനായ, കൂടുതൽ തടിവെച്ച പുഷ്ടിപ്പെട്ട ശരീരമുള്ള ജനപ്രതിനിധി വീണ്ടും വന്ന് കൂട്ടി ചോദിക്കുക. ജനം പഴയ പോലെ അതേ കുഴിയിൽ, അതേ നരകത്തിൽ, അതേ പട്ടിണിയിൽ കഴിയുന്നു. ഇതാണ് നമ്മുടെ ജനാധിപത്യം. ഈ ജനാധിപത്യം, ഇതിങ്ങനെ ഒരു കേരളമുണ്ട് എന്ന് ആതിര വിളിച്ചു പറയുന്നു. ആതിര ഒരുപാട് സത്യങ്ങൾ പറയുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ 140 സ്ഥാനാർത്ഥികളിൽ പ്രഗത്ഭരായ, പയറ്റിത്തെളിഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷേ ആതിരയുടെ ശബ്ദം, ആതിരയുടെ സാന്നിധ്യം അവർക്കൊപ്പം വന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അത് വലിയൊരു ഭാഗ്യമാണ്. ഒരു കരിയർ എന്ന നിലയിൽ, ഒരു ക്യാരക്ടർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി എന്ന നിലയിൽ കേരളം മുഴുവൻ അറിയുന്ന ഒരാളായി ആതിര മാറി എന്നത് വലിയ സന്തോഷകരമാണ്. ആതിരയെ പോലെയുള്ള ആളുകളാണ് പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ എത്തേണ്ടത്. ആതിരയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആതിര പരാജയപ്പെട്ടു പോയേക്കാം. പരാജയപ്പെട്ടു പോയാൽ ആതിരയ്ക്കൊന്നുമില്ല. ആതിരയുടെ ജോലികളിലേക്ക് തിരിച്ചു പോകും, ആതിരയുടെ സംഗീതത്തിലേക്ക് പോകും, ആതിരയുടെ നൃത്തത്തിലേക്ക് പോകും, ആതിരയുടെ പാഷനായിട്ടുള്ള സംരംഭത്തിലേക്ക് പോകും, ആതിരയുടെ ആങ്കറിങ്ങിലേക്ക് പോകും. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിയാൻ, നിങ്ങളോട് സംവദിക്കാൻ, നിങ്ങളുടെ വിഷമം കാണുമ്പോൾ ഒരിറ്റ് കണ്ണീര് പൊഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ ജനപ്രതിനിധിയാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആതിരയല്ല തോക്കുന്നത്, നിങ്ങളാണ് തോറ്റുപോകുന്നത്. നിങ്ങൾ തോൽക്കണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പണ്ട് ആ ട്രാഫിക് എന്ന് പറയുന്ന രാജേഷ് പിള്ളയുടെ സിനിമയുടെ പറയുന്ന ഡയലോഗുണ്ട്. നിങ്ങളിത് തീരുമാനിച്ചാൽ അതൊരു ചരിത്രമായിരിക്കും. നിങ്ങളിത് തീരുമാനിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും പോലും ഈ ദിവസവും കടന്നു പോകും. ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. ഏപ്രിൽ 9-ാം തീയതി നിങ്ങൾക്ക് ആതിരയ്ക്ക് വോട്ട് ചെയ്യാതിരിക്കാം, ഒന്നും സംഭവിക്കത്തില്ല. ഈ ലോകത്തൊന്നും സംഭവിക്കത്തില്ല, ആതിരയ്ക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഏപ്രിൽ 9-ന് നിങ്ങൾ ആതിരയ്ക്ക് വോട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും, ഏറ്റുമാനൂർ മാറും, നമ്മുടെ ജനാധിപത്യ സങ്കല്പം മാറും. അതുകൊണ്ട് ആതിരക്കുട്ടിയെ കേരളം ഏറ്റെടുക്കണം.